ഇന്നലെ കൊല്ലം ടൗണിൽ ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയ ഒരു വാർത്ത വളരെ ഞെട്ടലോടുകൂടിയാണ് നാം കേട്ടത്. ഭാര്യയും കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയായ സോണിയും തിരിച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ഭർത്താവ് അവരുടെ വാനിന് വട്ടം കൊണ്ടുപോയി ഇദ്ദേഹത്തിന്റെ കാർ നിർത്തുകയും ആ വാനിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുകയും പെട്രോൾ ഒഴിച്ച് തന്റെ ഭാര്യയെ കൊലപ്പെടുത്തുകയും ചെയ്തത്. സംഭവ സ്ഥലത്ത് നിന്നും ഈ സോണി എങ്ങനെയോ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. ഭാര്യ അനില അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയുണ്ടായി. ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ ഈ അനിലയുടെ അമ്മ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഇന്റർവ്യൂവും അതുപോലെ തന്നെ പത്മരാജിന്റെ നാട്ടുകാർ പത്മരാജിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും വൈറലായി മാറിയിരുന്നു. എന്തായാലും അനിലയെ കുറിച്ച് അനിലയുടെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കേൾക്കാം. ഇപ്പൊ ഈ കട എടുത്തതിലാണ് ഈ പ്രശ്നം ഇങ്ങനെ മൂത്തത്. അതുവരെ ഇതില്ലായിരുന്നു. ഇത്രയും പ്രശ്നമായത് ആ കട എടുത്തത്. ബേക്കറി തുടങ്ങിയ ഈ ബേക്കറി തുടങ്ങിയെന്ന് പറഞ്ഞാൽ അത് 2 വർഷം പരിചയമുള്ള ഒരു കൂട്ടുകാരനാ. അന്നേരം ഇവർക്ക് ഇത് അതായിരിക്കും ഒരു ഇച്ചിരി കനമുള്ള ഇറക്കാൻ എനിക്ക് പേരെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ ഇത് എടുത്തതിന് ശേഷം പപ്പരാനെന്ന് പറയുന്ന മരുമോനെ ഇവ അങ്ങോട്ട് ഇല്ലെന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല. 2 ദിവസം കഴിഞ്ഞ പറയും, നിങ്ങൾ ഇവിടെ കയറണ്ട, ഞങ്ങൾ ഇതങ്ങ് ചെയ്തോളാം. ഭർത്താവിന്റെ അടുത്ത് പപ്പരാന്റെ അടുത്ത് പറയുന്നു, നീ ഇപ്പം കടയിൽ കയറണ്ടെന്ന്. അവനും പറഞ്ഞ് കടയിൽ കയറണ്ടെന്ന് പറഞ്ഞപ്പോ ഏത് ഇങ്ങോട്ട് വന്ന് കിടന്ന് ഇവിടെ വീട്ടിൽ കിടക്കത്തില്ല, ഇവിടെ ഇങ്ങോട്ട് വന്ന് കിടന്ന് കൂട്ടുകാരെയും വിളിച്ച് കിടന്ന് കരഞ്ഞു കിടന്നിട്ട് ചോറും കഴിക്കത്തില്ല. കൊച്ചൊന്ന് വിളിക്കാൻ പറയും, മക്കളും എല്ലാം കഴിയുമോളെ, ഞാനിവിടെ എങ്ങനെ കിടന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് കരയും. 2 പേരെയും കാര്യത്തിൽ എനിക്ക് വിഷമാവും. എപ്പോഴും ഞാൻ പറയും, മോളെ ഇതിന്റെ ആവശ്യം എന്തോടി, ഈ കടയിട്ടോണ്ട് എന്തോ ഉണ്ട്. ഇവിടെ നിന്ന് ഈ കാറ്റിങ് നടത്തിയ മതിയല്ലേ, സുഖമായിട്ട് എത്രയോ രക്ഷപ്പെടുന്നു. നമ്മളെല്ലാം ഉള്ള ഇങ്ങനെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ മോള് വാ മോളെ, നമുക്ക് അവിടെ പോയി ഓരോന്ന് ചെയ്യാം. ഇനിയിപ്പോ വാടക കൊടുത്തതൊക്കെ പോട്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ച്, അവക്ക് അവിടെ നിന്നാ മതി, ഞാൻ ഈ കടയെ നടത്തുന്നുള്ളു, നിങ്ങളൊക്കെ എന്നാ പോകും. ഡോക്ടറേയും പോയി മക്കേട് ചെയ്യാൻ പറയുന്നുണ്ട്. അത് ഒരു ദിവസം ഇവിടെ മക്കേടിലും പോയി, ഒരു ദിവസം അത് പോയി, മരുമോൻ പോയി. എന്നിട്ട് ആ പൈസയും ബാക്കി കൊണ്ട് കൊടുത്ത് സാധനം എടുത്തോണ്ട് വന്നു. വരണ്ടാന്ന് തീർത്ത് അതിന് ശേഷം അല്ല, കട തുടങ്ങിയപ്പോഴേ പറഞ്ഞു. ഇവർ 2 പേരും കൂടെ പറഞ്ഞത്. അടിച്ചടിച്ച് അത് 2-4 ദിവസമായുള്ളു. ആ അടി കഴിഞ്ഞതിന് ശേഷം ഇന്നലെയും മെനഞ്ഞാന്നും കട തുറന്നില്ല. ഞാനിപ്പോ ആ കട തുടങ്ങുന്നതേ ഉള്ളൂ. എന്റെ കൂടെ നിൽക്കുന്നവൻ തന്നെ നിൽക്കട്ട്, നിങ്ങൾ കിളയ്ക്കാനോ വെട്ടാനോ മൈക്കാടിനെ പോകാൻ പറഞ്ഞു. സത്യം, ഇതെല്ലാം ഞാൻ പറയുന്നത് സത്യം. എനിക്ക് 2 പേരെയും സഹിക്കണ്ട. എന്റെ മോള് പോയി ഒരുത്തന്നെ എവിടെയാണ് അവധി പറഞ്ഞ അവിടെ കിടക്കട്ടെ, അതാ ഏറ്റവും നല്ലത്. അമ്മയുടെ ഈ ഒരു ഇന്റർവ്യൂ കാണുന്ന സമയത്ത് പലരും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, സ്വന്തം മകൾ മരിച്ചിട്ട് പോലും മകളെ തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ കൊന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ അമ്മയെന്ന്. ഇനി പത്മരാജിന്റെയും അനിലയുടെയും ഈ ഒരു കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ, പത്മരാജിന്റെ 2ാം ഭാര്യയാണ് അനില. ആദ്യത്തെ വിവാഹം കഴിച്ചു, ഭാര്യ മരിച്ചു പോയിരുന്നു. അങ്ങനെയാണ് തന്നേക്കാൾ 15 വയസ്സ് താഴെയുള്ള അനിലയെ പത്മരാജ് വിവാഹം കഴിക്കുന്നത്. അപ്പം ഈ അമ്മയുടെ ഇന്റർവ്യൂവിൽ നിന്നും അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ജീവിക്കാൻ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു വീട് തന്നെയായിരുന്നു അനിലയുടേത്. ഭർത്താവ് ജോലി ചെയ്ത് തന്റെ പണമെല്ലാം ഏൽപ്പിക്കുന്നത് ഈ പറഞ്ഞ അനിലയായിരുന്നു. അവർ വഴക്കിട്ട സമയത്ത് വരെ ഭർത്താവ് പണം കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നത് അനിലയുടെ കൈകളിലായിരുന്നു. അങ്ങനെ ഭർത്താവ് പത്മരാജുമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ജീവിച്ചു പോകുന്ന സമയത്താണ് ഈ അനില ഹരീഷ് എന്ന വ്യക്തിയെ പരിചയപ്പെടുന്നത്. അപ്പം ഹരീഷുമായിട്ട് അനില ഒരു ബേക്കറി ബിസിനസ് തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ പത്മരാജിന് ഈ പറഞ്ഞ ഹരീഷുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ആ ഒരു സൗഹൃദം താല്പര്യമുണ്ടായിരുന്നില്ല. ഒരുപാട് തവണ ഈ പറഞ്ഞ പത്മരാജ് ഇതിനെ എതിർത്തിരുന്നു. ഈ ഒരു എതിർപ്പുകളെ എല്ലാം അവഗണിച്ചുകൊണ്ട് അനില ഹരീഷുമായിട്ട് ഒരു ബേക്കറി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 3 മാസമായി ആ ഒരു ബേക്കറി തുടങ്ങിയിട്ട്. ഇതിനിടക്ക് ഒരുപാട് തവണ പത്മരാജുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അനില ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കുറച്ച് മാറി ഒരു വാടക വീട്ടിൽ താമസിക്കുകയും ചെയ്തു. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ബേക്കറി തുടങ്ങാനായിട്ട് അനിലയെ ഏറ്റവും അധികം സഹായിച്ചത് ഭർത്താവായ പത്മരാജൻ തന്നെയായിരുന്നു. 90% എമൗണ്ട് ഇട്ടതും ഈ പറഞ്ഞ അനിലയായിരുന്നു. 10% മാത്രമാണ് ഈ പറഞ്ഞ ഹാരിഷ് ഇട്ടിരുന്നത്.
ഇതിനിടക്ക് പലതവണ പത്മരാജ് ഈ പറഞ്ഞ ഹരീഷിന്റെ കാര്യം പറഞ്ഞ് അനീഷയോട് വഴക്കിടുകയുണ്ടായി. ഹരീഷിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം ഹരീഷിന് തന്നെ തിരികെ കൊടുത്തിട്ട് സ്വന്തമായിട്ട് ആ ഒരു ബേക്കറി ബിസിനസ് നടത്താനാണ് ഈ പറഞ്ഞ പത്മരാജ് അനീഷയോട് പറഞ്ഞത്. എന്നാൽ അനീഷ അതൊന്നും കേൾക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഹരീഷുമായിട്ടുള്ള സൗഹൃദം തുടർന്നു കൊണ്ടുപോവുക തന്നെയാണ് ചെയ്തത്. ഈ മരണം നടക്കുന്ന ദിവസം പത്മരാജ് അനീഷയെ കാണാൻ ബേക്കറിയിലേക്ക് പോകുന്നു. ആ സമയത്ത് ഹരീഷിനെ കണ്ട പത്മരാജ് ഈ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും അവരോട് വഴക്കുണ്ടാക്കുകയുണ്ടായി. ഇത് കണ്ട് ഹരീഷ് ഓടി വന്ന് പത്മരാജിനെ തല്ലുകയും ഒരുപാട് ചീത്ത പറയുകയും ചെയ്തു. ഭാര്യയുടെ മുന്നിൽ വെച്ച് ആ ഭാര്യയുടെ തന്നെ സുഹൃത്ത് ഇങ്ങനെ പത്മരാജിനെ തല്ലുന്നത് കണ്ടിട്ട് പോലും ഈ പറഞ്ഞ അനീഷ നോക്കി നിന്നു എന്നുള്ളതാണ്. അത് പത്മരാജിന് ഒരുപാട് നാണക്കേടുണ്ടാക്കി. അതിനുശേഷം ബേക്കറിയിൽ നിന്നിറങ്ങിയ പത്മരാജ് അനീഷയുടെ അമ്മയുടെ അടുത്തേക്ക് പോവുകയും ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് ഒരുപാട് സമയം കരയുകയും ചെയ്തു. ഭക്ഷണം പോലും കഴിക്കാതെയാണ് കിടന്നുറങ്ങിയത്. പത്മരാജനെ കുറിച്ച് പത്മരാജന്റെ അയൽക്കാരനായ ഒരാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കൂടെ കേൾക്കാം. ഈ ചാനലുകളൊക്കെ പറയുന്നത് പോലെ തന്നെ ഇയാൾക്ക് ഇങ്ങനെ ഒരു സംശയരോഗമോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. അങ്ങനൊരു പ്രശ്നമേ ഇല്ല പുള്ളിക്ക്. അത് സത്യമായ കാര്യമാണ്. അത് ചാനലുകാർ കൊടുത്ത റിപ്പോർട്ട് അത് തെറ്റാണ്. അതെവിടെയും പറയും. ഞങ്ങളെ അടുത്തറിയാവുന്നതാണ്. ഞങ്ങള് അടുത്ത വീടല്ലേ, ഞങ്ങള് ഞാനുമായിട്ട് എപ്പോഴും സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ്. നാട്ടില് പൊതുവെ നല്ല അഭിപ്രായം. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും. പത്മരാജിന്റെ അമ്മയുടെ വോയിസ് നമ്മൾ കേട്ടതാണ്. പത്മരാജിന്റെ അമ്മ പോലും പറയുന്നുണ്ട് അനിലക്ക് ഇതിന്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല, നന്നായി ജീവിക്കാനുള്ള സാമ്പത്തികം അവർക്കുണ്ടായിരുന്നുവെന്ന്. ഇപ്പോൾ പത്മരാജിന്റെ നാട്ടുകാരനും പറയുന്നത് ഇതുപോലൊക്കെ തന്നെയാണ്. പത്മരാജ് വളരെ മാന്യനായ ഒരു വ്യക്തിയായിരുന്നു. എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ ഫാമിലി നോക്കിയിരുന്നു. ജോലി ചെയ്യുന്ന പൈസ എല്ലാം തന്നെ കൊടുത്തിരുന്നത് ഭാര്യയുടെ കയ്യിലായിരുന്നു എന്ന്. എന്നാൽ ഇത്രയൊക്കെ സ്നേഹിച്ച ഒരാളെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് വലിയൊരു സംശയം തന്നെ. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ്സ് കണ്ടപ്പോഴാണ് ഞെട്ടിപ്പോയത്. കാരണം ഒരുപാട് പേര് അനിലയെ എതിർക്കുകയും പത്മരാജ് ചെയ്ത കാര്യങ്ങൾ നല്ലതാണെന്നുള്ള രീതിയിൽ ന്യായീകരിച്ചുകൊണ്ടുള്ള കമന്റ്സ് ആണ് നമ്മൾ കൂടുതൽ കണ്ടത്. ഇപ്പോൾ വിവാഹം കഴിച്ചു എന്ന് വിചാരിച്ച് നമുക്ക് മറ്റുള്ള ആൾക്കാരോട് ഇഷ്ടം തോന്നാം, അല്ലെങ്കിൽ വിവാഹം കഴിച്ചു, വിവാഹം എന്ന് പറയുന്നത് ഒന്നിൻ്റെയും അവസാനമല്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അവർക്ക് സ്വന്തം പാർട്ട്ണറിനെ വേണ്ട എന്ന് വെച്ചാൽ അതിനർത്ഥം വേണ്ട എന്ന് തന്നെയാണ്. നമുക്കൊരാളെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അയാളെ അവഗണിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ദ്രോഹിക്കുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവന് തന്നെ ഇതുപോലെ ആപത്തായേക്കാം. ഇതിൽ നിന്നും പഠിക്കാനുള്ള മറ്റൊരു കാര്യം, ഇപ്പം നമുക്കൊരാളെ വേണ്ട എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ പോയി ഫോഴ്സ്ഫുള്ളി തിരിച്ച് നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനൊന്നും ശ്രമിച്ചിട്ട് കാര്യമില്ല. വേണ്ട എന്ന് വെച്ചാൽ വേണ്ട എന്ന് തന്നെയാണ്. ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാകാം അയാൾ പുതിയൊരു പാർട്ട്ണറിനെ തേടിപ്പോയത്. അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മെ വിട്ടുപോയി പുതിയൊരു ലൈഫിലേക്ക് അയാൾ എത്തി എന്ന് പറഞ്ഞ് അയാളെ പോയി കൊലപ്പെടുത്തുകയല്ല വേണ്ടത്. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു സമീപനം തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു കേസ് തന്നെ എടുത്താൽ, ഇപ്പോൾ ആ പെൺകുട്ടിയുടെ ഇപ്പം മരിച്ച പെൺകുട്ടിയുടെ ആ ഒരു ലൈഫ് പോയി, പിന്നെ ഇത് ഈ പത്മരാജന്റെ ലൈഫ് പോയി, അതുപോലെ തന്നെ അവരുടെ മോള് അതിനെ ഒരു ഓർഫനെ പോലെ കുറേ വർഷം ഒരു കൊലപാതകിയായ അച്ഛൻ അല്ലെങ്കിൽ അമ്മ മരിച്ച ആ ഒരു ട്രോമ, ഇതൊക്കെ കൊണ്ട് ഒരുപാട് നാൾ വളരെ വിഷമിച്ച് തന്നെ ജീവിക്കേണ്ടി വരും. നമുക്ക് ഒരാളുടെ ഒപ്പം ലൈഫ് ഈസി ആയിട്ട് മുന്നോട്ട് പോകില്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് വളരെ മാന്യമായിട്ട് തന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അല്ലാതെ അദ്ദേഹത്തിന് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ, കാരണം ആളുകൾ പലതരത്തിലുള്ള ആൾക്കാരാണ്, പല രീതിയിലായിരിക്കും ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇതുപോലത്തെ ഓരോ കേസസും നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ വിവാഹ അഭ്യർത്ഥന നിരസിച്ചു കഴിയുമ്പോൾ വന്ന് കൊലപ്പെടുത്തിയിട്ട് പോവുക. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഒരാൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വേണ്ടാത്ത ഒരാളുടെ അടുത്ത് പുറകെ നടന്ന് അയാളെ തിരിച്ചു കൊണ്ടുവന്നാലും അവരും ഹാപ്പി ആയിരിക്കില്ല, നിങ്ങളും ഹാപ്പി ആയിരിക്കില്ല.